തിരുവനന്തപുരത്തുകാരുടെ വിശ്വാസവും ആത്മീയ സംസ്കാരവും ചേർന്ന് നിൽക്കുന്ന ഇടമാണ് അരുമാളൂർ മുസ്ലിം ജമാഅത്ത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഖബറിടം സ്ഥിതി ചെയ്യുന്ന പള്ളികളിൽ ഒന്നുകൂടിയാണ് ഇവിടം. ജനുവരി മാസത്തെ ആണ്ട് നേർച്ചയുടെ ഭാഗമായി നടത്തുന്ന ഉറൂസിന് 10,000-ഓളം വിശ്വാസികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് ആഫ്റ്റർനൂണിന്റെ ഈ മണിക്കൂർ പൂർണ്ണമാകും. അടുത്ത മണിക്കൂറിൽ ലിനിഷയും ചേരും. الله أكبر الله أكبر أشهد أن محمدا رسول الله. അരുമാളൂർ പ്രദേശത്ത് മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയ ജീവിതത്തോടൊപ്പം വളർന്നു വന്നതാണ് ഈ പള്ളി. നമസ്കാരത്തിനുള്ള ഇടം മാത്രമല്ല, വിദ്യാഭ്യാസത്തിനും മതപഠനത്തിനും സാമൂഹിക സേവനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഒരിടം കൂടിയാണ് ഇവിടം. കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് വികസിച്ചുവെങ്കിലും പൂർവികരുടെ ആത്മീയ പാരമ്പര്യവും മൂല്യങ്ങളും ഇന്നും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. കേരളത്തിലെ മുസ്ലിം പള്ളികളുടെ വാസ്തുവിദ്യയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും സമന്വയിപ്പിക്കുന്നതാണ് അരുമാളൂർ മുസ്ലിം പള്ളി. വിശാലമായ നമസ്കാര ഹാളും മനോഹരമായ നിർമ്മാണ ശൈലിയും വിശ്വാസികളുടെ മനസ്സിൽ ഭക്തിയുടെ നിറവ് പകരുന്നു. അള്ളാഹുവിന്റെ സ്മരണയിൽ മുഴുകുന്ന ഓരോ നിമിഷവും ഇവിടെ ആത്മീയ അനുഭവമായി മാറുന്നു. മതപഠനത്തിന് പ്രാധാന്യം നൽകുന്ന ഇവിടം പുതുതലമുറയെ ഖുർആനിന്റെയും ഇസ്ലാമിക മൂല്യങ്ങളുടെയും വെളിച്ചത്തിൽ വളർത്തുകയാണ്. അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഹായ പദ്ധതികളും സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. ഈ പരിസരത്തുള്ള എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും മുസ്ലിങ്ങൾ കൊടുക്കുന്ന അതേ വരി അവരും കൊടുക്കുന്നുണ്ട്. തൊട്ടിക്കര ക്ഷേത്രവുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു പള്ളിയാണ് ഇത്. അവിടെയുള്ള ആൾക്കാർ കംപ്ലീറ്റ് ഇവിടെ ഹിന്ദുക്കൾ വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടും പരസ്പരം അങ്ങനെ ഒരു സൗഹൃദമായിട്ട് പോകുന്ന ഒരു പള്ളിയും അതിൻ്റെ ഭരണസമിതി ജമാഅത്തിൻ്റെ ഒരു ഭരണസമിതിയാണ് ഇപ്പം ഇവിടെ നിലനിൽക്കുന്നത്. ഒട്ടേറെ പ്രത്യേകതകളും ഐതിഹ്യങ്ങളും നിറഞ്ഞിടമാണ് അരുമാളൂർ മുസ്ലിം പള്ളി. മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ കാര്യസിദ്ധി ലഭിക്കുമെന്ന വിശ്വാസത്താൽ നാനാജാതി മതവിശ്വാസികളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇതൊരുപാട് പഴക്കമുള്ള ഖബറാണ്. ഇവിടെയുള്ള 70, 80, 90 വയസ്സുള്ളവർ ചോദിച്ചാലും ഈ ഖബറുമായി ബന്ധപ്പെട്ട് അവരുടെ കുഞ്ഞിലെ തന്നെ ഈ ഖബറിൻ്റെ ഇതേ നീളത്തിൽ തന്നെ ആ മണ്ണ് അങ്ങനെ ഖബർ പോലെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതിന് പരിപാലന സമിതി വന്ന് ഇത് കെട്ടിപ്പടുത്ത് ബാക്കി ആക്കിയതാണ്. അപ്പോൾ ഈ ഖബർ യഥാർത്ഥത്തിൽ ഇത് ആരാണ് അടങ്ങിയിരിക്കുന്നതെന്നും ഇവിടെയുള്ള ആർക്കും അറിഞ്ഞുകൂടാ. ഒരുപാട് ഖബറുകൾ അങ്ങനെയുണ്ട്. ലക്ഷക്കണക്കിന് സഹാബത്തെ കിറാമുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഖബറടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. പല ഭാഗത്തും ഖബറുകൾ അത് വെളിവായിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ അവ്യക്തമായി ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്നു. അപ്പോൾ എന്തായാലും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭാഗത്ത് വരികയും അവർ എപ്രകാരമാണോ ദൈവത്തിനെ ആരാധിച്ചത്, അവരെപ്രകാരമാണോ ദൈവത്തിനെ ഭയന്ന് ജീവിച്ചത്, ഇതുപോലെ വരുന്നവരും ഭയക്കണമെന്നും ആരാധിക്കണമെന്നുമാണ് ഇതൊക്കെ പഠിപ്പിക്കുന്ന സൂചനകൾ. റമദാൻ മാസത്തിൽ ആത്മീയതയുടെ പ്രത്യേക ഭാവമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. എല്ലാ വർഷവും ജനുവരി മാസം നടക്കുന്ന ഉറൂസിനും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു. ജനുവരി മാസത്തിലാണ് ഉറൂസ് നടക്കാറുള്ളത്. മുഹമ്മദ് ഹനീഫ തങ്ങൾ, മാഹിൻ അബൂബക്കർ വലിയുള്ള എന്നീ അവരുകളാണ് ഇവിടെ അടങ്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഇവിടെ ഒരുപാട് ഒഴുകിയെത്തുന്നതും. സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് വന്നിവിടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാവർക്കും പരിഹാരം കണ്ടു പോകുന്നുണ്ട്. അരുമാളൂർ മുസ്ലിം പള്ളിയിലെ ഔലിയ ഖബറിടങ്ങൾക്കും ചില പ്രത്യേകതകളുണ്ട്. അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച വിഭാഗമാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. കാരണം അവർ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നയിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച വസ്തുക്കളെ നാം ബഹുമാനിക്കണം, നാം ആദരിക്കണം. ആ നിലയിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ സിയാറത്ത് സന്ദർശനം നടത്തുന്നത്. അത് ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് ഇട്ടുതരും. ഒരു സ്ത്രീ സിയാറത്തിന് വരികയാണെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് വന്ന് സിയാറത്ത് ചെയ്യണം. പുരുഷൻ വരുമ്പോൾ പുരുഷന് പറഞ്ഞിരിക്കുന്ന ഔറത്ത് പരിപൂർണമായി മറച്ചുകൊണ്ട് വന്ന് സിയാറത്ത് ചെയ്യണം. സിയാറത്ത് ചെയ്യാൻ വരുമ്പോൾ, അവരെ സന്ദർശിക്കാൻ വരുമ്പോൾ നമ്മൾ കളി ഉപകരണങ്ങൾ പോലുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പിലിട്ട് കളിക്കുകയും ഒച്ചയ്ക്ക് സംസാരിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് അദബുകേടാണ്, അത് മര്യാദകേടാണ്, അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വളരെ ഭവ്യതയോടുകൂടും ഭക്തിയോടും കൂടിയായിരിക്കണം നമ്മൾ അവരെ കാണേണ്ടത്.
കാലങ്ങൾ മാറിയാലും തലമുറകൾ കടന്നുപോയാലും വിശ്വാസത്തിൻ്റെ പ്രകാശം ഒരിക്കലും അണയുകയില്ല. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് അരുമാളൂർ മുസ്ലിം പള്ളി. തിരുവനന്തപുരം അരുമാളൂരിൽ നിന്നും രതീഷ് കട്ടേലയ്ക്കൊപ്പം ദേവനന്തി, ന്യൂസ് മലയാളം.